നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫുട്ബോൾ ഈസ് അൺഫെയർ എന്നുള്ള പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കണമോ? ഈ കളി കണ്ടാൽ മതി. ബാഴ്സലോണ വേഴ്സസ് അത്ലറ്റിക്കോ മാഡ്രിഡ് മത്സരം. മികച്ച പ്രകടനം ബാഴ്സലോണ ത്രൂ ഔട്ട് ദി ഗെയിം നടത്തി. പക്ഷേ ജയിച്ചതാരാ? അത് അത്ലറ്റിക്കോ മാഡ്രിഡാണ്. നന്നായി കളിച്ചാൽ പോരാ, കിട്ടുന്ന അവസരങ്ങൾ മുതലെടുക്കണം, ഗോൾ അടിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. റോബർട്ട് ലെവൻഡോസ്കിക്കൊക്കെ രണ്ടാം പകുതി കിട്ടിയ ചാൻസൊക്കെ എങ്ങനെയാണ് മിസ് ചെയ്തത് എന്നുള്ളതാണ് അത്ഭുതകരം. അതേസമയം കിട്ടിയ അവസരം പന്ത് വലയിലേക്ക് എത്തിച്ചു സൊർലോത്ത്. കളിയുടെ അവസാന ഘട്ടത്തിൽ അവിടെ തീർന്നു ബാഴ്സലോണ. നാഫ്വൽ മൊളീനയുടെ അസിസ്റ്റിൽ നിന്നാണ് സൊർലോത്തിൻ്റെ വിജയ ഗോൾ പിറക്കുന്നത്. അതേസമയം റോഡ്രിഗോ ഡീപോളിൻ്റെ ഗോൾ ഒരു കിടിലൻ ഗോളായിരുന്നല്ലോ അത്. യഥാർത്ഥത്തിൽ അത് അത്ലറ്റിക്കോ മാഡ്രിഡ് താരം അദ്ദേഹത്തിന് തന്നെ കൊടുക്കാൻ ശ്രമിച്ച ബോൾ, പക്ഷേ കസാഡോ അത് ക്ലിയർ ചെയ്തു. ബാക്ക് ഹീൽ ക്ലിയറൻസ് നേരെ റോഡ്രിഗോ ഡീപോളിന് അദ്ദേഹത്തിൻ്റെ കിടിലൻ ഷോട്ട് വലയിലേക്ക്. നോക്കുക, 60ാമത്തെ മിനിറ്റ് വരെ ഒറ്റ ഓൺ ടാർഗറ്റ് ഷോട്ട് പോലും അത്ലറ്റിക്കോ മാഡ്രിഡിന് ഉതിർക്കാൻ കഴിഞ്ഞിരുന്നില്ല. അത് അവിടെ ഡീപോൾ എടുത്തു, ഗോളായിട്ട് മാറുന്ന കാഴ്ച. ഏതായാലും 2-1 തോൽവി. മറുഭാഗത്ത് ബാഴ്സയുടെ ഗോൾ പെഡ്രി. അത് മനോഹരമായൊരു നീക്കത്തിനൊടുവിൽ നടന്ന ഗോളല്ലേ. ഗാവി കൊടുത്ത ബോളും അത് പെഡ്രി ഗോളാക്കുന്നതും ഒക്കെ വേൾഡ് ക്ലാസ് ആയിരുന്നു. എല്ലാം കൊണ്ടും വേൾഡ് ക്ലാസ് പെർഫോമൻസ്. പക്ഷേ ഗോളുകൾ അധികം അടിക്കാൻ ബാഴ്സയ്ക്ക് കഴിഞ്ഞില്ല. അതിൻ്റെ ഫലമാണ് 2-1 ഈ ഒരു തോൽവി. ഡിയേഗോ സിമിയോണിയെ സംബന്ധിച്ചിടത്തോളം ബാഴ്സലോണയുടെ മൈതാനത്ത് പോയി ഇതുവരെ കളി ജയിച്ചിട്ടില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ടായിരുന്നു. അതിവിടെ തീരുകയാണ്. 1ാം സ്ഥാനത്തേക്ക് അത്ലറ്റിക്കോ മാഡ്രിഡ് ഉയരുകയും ചെയ്തിരിക്കുന്നു. മത്സരത്തിൽ ബാഴ്സയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ സൂപ്പർ താരങ്ങൾ റോബർട്ട് ലെവൻഡോസ്കിയും റാഫീഞ്ഞയും ഒക്കെ ഇറങ്ങി. ഒപ്പം ഗവിയും ലോപ്പസും ഉണ്ടായിരുന്നു. മറുഭാഗത്ത് ഹുലൻ ആൽവരസും അന്റോൻ ഗ്രീസ്മാനും ചേർന്നുകൊണ്ടാണ് അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചത്. ബാഴ്സയുടെ ആധിപത്യം, മനോഹരമായി കളിക്കുന്ന ബാഴ്സ. അങ്ങനെ ഇരിക്കുകയാണ് 30ാമത്തെ മിനിറ്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മനോഹരമായിട്ടുള്ളൊരു ഗോള് പെഡ്രിയിലൂടെ ബാഴ്സ നേടുന്നത്. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഏകപക്ഷീയമായൊരു ഗോളിന് ബാഴ്സ മുന്നിലാണ്. ഒരു ഗോളിനല്ല അവർ മുന്നിലാവേണ്ടിയിരുന്നത്. അത്രയും മനോഹരമായിട്ടാണ് കളിച്ചത്. 2ാം പകുതിയിലും കാര്യങ്ങൾ അങ്ങനെ പുരോഗമിക്കുകയാണ്. 60ാമത്തെ മിനിറ്റിൽ റോഡ്രിഗോ ഡീപോളിൻ്റെ ഗോൾ പിറക്കുന്നത്. ബാഴ്സയ്ക്ക് വീണ്ടും കളി ഫിനിഷ് ചെയ്യാനുള്ള അവസരമൊക്കെ ഉണ്ടായിരുന്നു. ലെവൻഡോസ്കിക്കൊക്കെ നല്ല അവസരങ്ങൾ ലഭിച്ചു. പക്ഷേ പന്ത് വലയിലേക്ക് എത്തിക്കാൻ അവർക്ക് കഴിയാതെ പോയി. അത് അവസാന ഘട്ടത്തിൽ അവർക്ക് തിരിച്ചടിയാവുകയും ചെയ്തു. സോർലോത്തിൻ്റെ അവസാന നിമിഷത്തിലെ ഗോൾ നാഫ്വൽ മൊളീനയുടെ അസിസ്റ്റിൽ നിന്ന് പിറന്നതോടെ 2-1 അത്ലറ്റിക്കോ മാഡ്രിഡ് വിജയിച്ചു. ബാഴ്സ വീണ്ടും ലാലിഗയിൽ പൊട്ടുന്ന കാഴ്ച. 19 കളിയിൽ നിന്ന് 38 പോയിന്റുമായിട്ട് ബാഴ്സ 2ാം സ്ഥാനത്ത്. അവരെക്കാൾ ഒരു കളി കുറച്ച് കളിച്ച് അത്ലറ്റിക്കോ മാഡ്രിഡ് 41 പോയിന്റുമായിട്ട് 1ാം സ്ഥാനത്ത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.